അമ്മക്ക് ലിപ്സ്റ്റിക് ഇട്ട് കൊടുക്കുന്നത് നമ്മുടെ തമ്പുരുമോൾ. അമ്മമ്മക്ക് ലിപ്സ്റ്റിക് തമ്പുരുമോൾ. ചങ്ങായിമാരെ ഇതാ വെറൈറ്റി മത്സരത്തിന് തുടക്കം കുറിക്കാൻ വേണ്ടിട്ട് നമ്മുടെ തമ്പുരുമോൾ ലിപ്സ്റ്റിക് ഇട്ട് കളത്തിലേക്ക് ഇറങ്ങുകയാണ്. എന്താന്ന് മത്സരം ഇപ്പൊ നിങ്ങൾ കാണും. ചങ്ങായിമാരെ മരണം വിറ്റേട്ടാ. സുന്ദരിക്ക് ഉമ്മ വക്കൽ മത്സരം വെച്ചാൽ ഇവരൊന്നും ഇല്ലാന്ന് പറഞ്ഞ ആൾക്കാർക്ക് ഇപ്പൊ ആവേശം കൂടിയിട്ടുണ്ട്. റെഡി 1 2 3. എന്താ ചങ്ങായിമാരെ അതിമാരുടെ പ്രകടനമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കയ്യോണ്ട് തൊട്ടാള് ഫൗളാന്നേ. കയ്യോണ്ട് തൊട്ടാൾ ഔട്ടാന്നേ. ഇതാ അതിന്റെ ദേവിതാ ഇപ്പൊ തന്നെ ഇടുന്നു. ഇതാ 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 ഹലോ ചങ്ങായിമാരെ, എല്ലാവർക്കും നിജീസ് വേൾഡിലേക്ക്. ചങ്ങായിമാരെ ഇന്ന് നമുക്ക് ഇതാ കുറേ ടീംസിനെ കിട്ടിയിട്ടുണ്ട്. എല്ലാം നമ്മൾ ടീമാണ് കേട്ടാ. തേജുവിന്റെ ചങ്ങായിമാരാണ്. പിന്നെ അൻ്റെയോ അല്ലേ അല്ലേ? തമ്പൂരി ചിരിക്കുന്നുണ്ട്. നമ്മളെല്ലാം കൂടി ഓണമല്ലേ ഇന്ന്. അപ്പം നമുക്ക് ഓണത്തിൻ്റെ കുറച്ച് കളികൾ കളിക്കാൻ വെച്ച് ഇവരെല്ലാം ഉണ്ട്. ഇതാ അവിടെ ഉറിയെല്ലാം കെട്ടി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഉറിയടി കുറച്ച് വയ്യോട്ടാക്കാൻ വെച്ചു. ഉറി കാണുന്നില്ലല്ലോ. ഉറി പോയാ? ഉറി ഇതിൻ്റെ അകത്ത് കാണുന്നില്ല കേട്ടാ. അത് കാണുന്നുണ്ട്. പക്ഷെ വെള്ള കളർ പെയിന്റ് അടിച്ചുകൊണ്ട് ശരിക്കും തിരിയുന്നില്ല. ചട്ടി മേടിക്കാൻ പറഞ്ഞില്ല. അമ്മ കറി വെക്കുന്ന ചട്ടി എടുത്തിട്ട് വെള്ള പെയിന്റ് അടിക്കും ചേട്ടാ. എങ്ങനെ പറയാം? അപ്പൊ വരുന്ന ഒന്നും പറയണ്ട. ഫസ്റ്റ് തന്നെ ഇൻട്രസ്റ്റിംഗ് ആയ കളിയാണ് നമ്മൾ തുടക്കം കുറിക്കുന്നത്. ഒരു വെറൈറ്റി കളിയാണ്. ഞാൻ എന്നാന്ന് പറയുന്നില്ല, നിങ്ങള് കണ്ടിട്ട് മനസ്സിലായിക്കോ. നേരെ അങ്ങോട്ടേക്ക് പോവാ അല്ലേ? അതാ എന്നാ നേരെ നമുക്ക് അങ്ങോട്ടേക്ക് പോവാ. എന്താ ചങ്ങായിമാരെ ഫസ്റ്റ് തന്നെ ഉദ്ഘാടനം കഴിക്കുന്നുണ്ട്. അമ്മ നമ്മളെ ചോപ്പ് കെട്ട് പൊട്ടിച്ചിട്ട് ഉദ്ഘാടനം കഴിക്കുന്നുണ്ട്. ഓണാഘോഷ പരിപാടിന്റെ ഉദ്ഘാടനം. ഇതാ ഇത് നമ്മളെ അച്ചുവേട്ടൻ്റെ മോൻ ആയുഷ് അച്ചു. ഓട്ടൻ ചാൻസ് കുറവാണ്. അമ്മ തിരിയാടി വെച്ച് അമ്മ തിരിയാൻ കൂടെ രശ്മി സൂപ്പർ അടിപൊളി. തമ്പുരെല്ലാം പേടിച്ച് തൂറിപ്പോയി. ഇതാ നമ്മളെ തമ്പുരു മോളാണ് ആദ്യം തന്നെ മത്സരിക്കുന്നത്. ചങ്ങായിമാരെ ഇതാ വെറൈറ്റി മത്സരത്തിന് തുടക്കം കുറിക്കാൻ വേണ്ടിട്ട് നമ്മളെ തമ്പുരു മോൾ ലിപ്സ്റ്റിക് ഇട്ട് കളത്തിലേക്ക് ഇറങ്ങുകയാണ്. എന്താന്ന് മത്സരം ഇപ്പൊ നിങ്ങൾ കാണും. ചങ്ങായിമാരെ തമ്പുരു മോളെ കണ്ണ് കെട്ടിട്ടുണ്ട്. സത്യം മാത്രം പറയണേ. ഒരു കെട്ടും കൂടെ കെട്ടാ. അങ്ങനെയല്ല, കുറച്ച് മുകളിലോട്ടേക്ക് ആക്കാം. എന്നാലും ചുണ്ട് ഇതാണ്ടേ, ഇത് മടക്കി കൊടുക്ക്. ചുണ്ട് കിട്ടണ്ടേ മൂക്കിന്റെ മുകളിലേക്ക്. ഓക്കെ അങ്ങ് ആടെയാക്ക്. ഇതോ തമ്പുരു അടുത്തതായി നീ മത്സരത്തിന് പോകാൻ പോകാം. ഇങ്ങോട്ടേക്ക് മിക്കവാറും നമ്പരിക്ക് കിട്ടും. അടുത്ത നമ്പരിലേക്ക് ഉണ്ടാവുക. അടുത്തത് മത്സരിക്കാൻ ഇറങ്ങുന്നത് നമ്മുടെ ചേലോറ സ്കൂളിന്റെ അഭിമാനവും തേജസ് കുട്ടപ്പൻ. തേജസ് കുട്ടപ്പയാകുന്നുണ്ട് ലിപ്സ്റ്റിക്കിൽ ഇട്ടിട്ട്. നല്ലോണം ഇട്ട് കൊടുക്ക്. മതി അല്ല എന്നാലും ആവൂ.
ഞാൻ നേരെ ഒരു മേക്കപ്പ് സെറ്റ് മേടിച്ചോണ്ട് കാര്യമായി കേട്ടോ സൈഡിൽ നോക്കും. മൂക്കിന് തായാക്കട്ടാ അല്ലെങ്കിൽ ആ എല്ലാം കാണൂ ആ ആ ആ നോക്ക് ആ മാറി മാറി തേജസ് താടിക്കും തായി സംഭവിച്ചിട്ടില്ലട്ടാ. അയ്യോ വളരെ നാണക്കേട്. ചങ്ങായിമാരെ മരണം വിറ്റേട്ടാ. സുന്ദരിക്ക് ഉമ്മ വെക്കൽ മത്സരം വെച്ചാൽ ഇവരൊന്നും ഇല്ലാന്ന് പറഞ്ഞ ആൾക്കാർക്ക് ഇപ്പൊ ആവേശം കൂടിയിട്ടുണ്ട്. ഇതാ എല്ലാരും നോക്കിയാ നമ്മളെ തമ്പുരു നോക്കിയാ. ഇന്നത്തെ മത്സരങ്ങളെല്ലാം വെറൈറ്റി ആണ്, മനോഹരമായ മത്സരങ്ങളാണ് കേട്ടാ. നല്ല കോമഡിയാണ്. നമുക്ക് കാണാം. കണ്ണനാണ്. കണ്ണന് ലിപ്സ്റ്റിക് തേച്ച് കൊടുക്കുന്നത് തേജസ്. കണ്ണ സൂപ്പറാണല്ലോ. കണ്ണൻ അടിപൊളിയായിരിക്കാണ്. കണ്ണൻ ജയിക്കുന്ന പറയുന്നത് കേട്ടാ. അല്ല അണ്ണാ, കണ്ണൻ നമ്മളെ കൂട്ടത്തിലൊരു ആവേശമുള്ള ആളാണ്, കണ്ടസ്റ്റന്റ് ആണ്. കണ്ണനെ തിരിച്ചോളൂ. കണ്ണനും താടിക്കതായേ ഉമ്മ എടുത്തിരിക്കുകയാണ്. അടുത്ത നമ്മളെ അച്ചുവേട്ടനമായ ആയിഷാണ് കേട്ടാ മത്സരിക്കുന്നത്. ആക്ക് ആയിഷിനെ മേക്കപ്പ് ചെയ്യലാണ് നമ്മള്. നല്ല ഗ്ലാമറുണ്ട് കേട്ടോ ഇതിനെ കാണാൻ. ആ കെട്ട്. ആദ്യം മത്സരിച്ചില്ല അല്ലേ? അടുത്ത ആയിഷ്, അച്ചുവട്ടനമായ ആയിഷ്. ആയിഷിന്റെ അതിഗംഭീര പ്രകടനമാണ് നിങ്ങൾ കാണുന്നത്. ഞങ്ങളെ മൂക്കിന് ആദിക്ക് ലിപ്സ്റ്റിക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അടുത്ത നമ്മളെ ശക്തമായ പോരാളി ആദി രംഗത്തിറങ്ങിയിരിക്കുകയാണ്. സുന്ദരിക്ക് ഉമ്മ വെക്കാനായി ആദി രംഗത്തിറങ്ങിയിരിക്കുകയാണ്. ഞങ്ങൾ ആദി മിക്കവാറും ഫസ്റ്റ് അടിക്കുന്ന പറയും. മുണ്ടേരി സ്കൂളിന്റെ അഭിമാനമായ ആദിയാണ് നമ്മളെ കൂടെ മത്സരിക്കാൻ എത്തിയിട്ടുള്ളത്. ആദി 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 ആദി. അടുത്തത് നമ്മളെ സുജിയേട്ടന്റെ മോൻ അനുദേവാണ് മത്സരിക്കാൻ എത്തുന്നത്.
ആ ചെടിയൊന്നും പൊട്ടിക്കല്ല, ഇങ്ങ് വാ. കുറച്ച് ആദ്യം കുറച്ചിട്ട് അതില്ല ആയാ പിള്ളേരെല്ലാം കൂടെ എന്നെ മാട്ടു. ചങ്ങായിമാരെ അതാ അനുദേ തിരിച്ചില്ല തിരിച്ചില്ല അനുദാണ് തിരിച്ചില്ല. അനുദേവ് അനുദേവ് ചങ്ങായിമാരെ അടുത്ത ഞാനാണ് മത്സരിക്കാൻ ഇറങ്ങുന്നത്. ലിപ്സ്റ്റിക് ഇട്ടിട്ടുണ്ട്. അവരൊന്നും കൂടി ഉണ്ടെന്ന് പറയുന്നത് ആയുഷിന്. ഇടി ഇടി അടുത്ത കള്ളക്കളിയൊന്നുമില്ല, മൂക്കിന്റെ മേലാക്കിയതാണ്. തട്ടില്ല തട്ടില്ല. ആയാ കറക്ക് കറക്ക്. ആ തിരിക്ക് തിരിച്ചർക്ക് തിരിച്ചർക്ക്. ആ വാ വാ വാ. ആ മേലോട്ട് മേലോട്ട് നോക്ക്. ആ ഇല്ല വേടാ വീടാ വീടാ ഇതാ ഇതാ ഇതർ അല്ല വീടാ വീടാ ഇതർ ഇതർ. എല്ലാരും മത്സരിച്ച്, അമ്മ മാത്രം മത്സരിക്കില്ല. അമ്മേനെ മത്സരിപ്പിക്കണം എന്നതിന്റെ യുദ്ധം നടക്കുന്നുണ്ട്. അമ്മ എന്തായാലും മത്സരിച്ചിരിക്കും. അമ്മക്ക് ലിപ്സ്റ്റിക് ഇട്ട് കൊടുക്കുന്നത് നമ്മുടെ തമ്പുരുമോൾ. അമ്മമ്മക്ക് ലിപ്സ്റ്റിക് തമ്പുരുമോൾ. നല്ല അടിപൊളിയായിട്ടുണ്ട്. ചങ്ങന്മാരെ അമ്മ രംഗത്തെ ചുണ്ടല നോക്കിയാണല്ലേ. താടിക്ക് താടിക്ക്. ചങ്ങായിമാരെ ഉച്ചഭക്ഷണത്തിന്റെ ബ്രേക്കാണ് കേട്ടാ. ഇനി അടുത്തത് ചോറ് എന്നിട്ട് നമ്മൾ കളിക്കുന്നത്. എല്ലാവർക്കും ചോറ് നമ്മൾ ഇടുന്ന് നമുക്ക് ചോറ് തിന്നാലോ. ആ നമ്മൾ ചോറ് തിന്നട്ടെ ചങ്ങായിമാരെ നമ്മളെ കുഞ്ഞുമക്കളെല്ലാം ഇടുന്ന് ചോറ് തിന്നുന്നുണ്ട്. ഒരാൾ തിന്നു കഴിഞ്ഞ് കണ്ട നല്ല ഇതാണ് പറഞ്ഞത്. അല്ല അണ്ണ വീട് എന്നാ കുടിക്കുന്ന കണ്ണ? എന്റെ മോനെ എന്ത് പായസാ? രസമുണ്ടാ? ശരിക്കും ഇങ്ങ് നോക്കിട്ട് പറ. അടിപൊളിയാ? ഇത് അനുദേവ്, ഇത് ആദിത്ത്, ഇത് നമ്മളെ തമ്പുരു, ഇത് തേജസ്, ഇത് ആയുഷ്. ഇവരാണ് നമ്മുടെ കുട്ടിക്കൂട്ടങ്ങൾ. ചങ്ങായിമാരെ സുന്ദരിക്ക് ഉമ്മ കൊടുത്ത് സുന്ദരി അല്ല ചോന്ന് പോയി കേട്ടാ. കണ്ടാ സുന്ദരിക്ക് ഉമ്മ കൊടുക്കൽ മത്സരത്തിന് തേജ് പോലും ജയിച്ചു. എനിക്ക് വലിയ ഇതൊന്നും ഇല്ല, ഞാൻ തന്നെ ജയിച്ചിനി.
തേജ് വെറുതെ പറ്റിച്ചാണ്. അപ്പൊ അടുത്തതായി നമ്മൾ കാഴ്ചവെക്കുന്ന ഒരു വെറൈറ്റി മത്സരമാണ് ചേട്ടാ. എങ്ങനെ പറയാം, എന്താ ഇവിടെ സോഡക്കുപ്പിയെല്ലാം ഇങ്ങനെ വെച്ചിട്ടുണ്ട്. നിങ്ങൾ കാണുമ്പോൾ വിചാരിക്കും സോഡക്കുപ്പിയിൽ വെള്ളം നരിക്കലാന്ന്. അതല്ല കേട്ടോ മത്സരം, ഇതെല്ലാം കാണികളാണ്. എടാ എല്ലാവരും ഒന്ന് തിരിഞ്ഞു നിന്നാ. എല്ലാവരും വേക്കിൽ ഓരോ വാല് കണ്ട. എങ്ങനെ പറയാ, ഇതാണ് മത്സരം കേട്ടാ. ഈ ബേക്കിലെ വാലാട ഓടിപ്പോയിട്ട് വിസിലടിക്കുമ്പോൾ ഓടിപ്പോയിട്ട് സോഡക്കുപ്പിയിൽ എടുത്തിട്ടിട്ട് തിരിഞ്ഞു നിന്ന് ഇടുക. എന്നിട്ട് അതെടുത്ത് ഓടിയിട്ട് അവരിപ്പോൾ നിന്ന ലൈനിൽ വരിക. അതാണ് മത്സരം കേട്ടോ ചങ്ങായിമാരെ. ഞാൻ വിസിലടിക്കും, അന്നേരം എല്ലാവരും ഓടി വരണം. എല്ലാവരും റെഡിയല്ലേ? വിസിലടിക്കട്ടെ? റെഡി 1 2 3. എന്താ ചങ്ങായിമാരെ, അതിമാരക നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കൈയോണ്ട് തൊട്ടാള് ഫൗളാന്നേ, കൈയോണ്ട് തൊട്ടാൾ ഔട്ടാന്നേ. എന്താ അതിന്റെ ദേവിത ഇപ്പൊ തന്നെ ഇടുന്നു. കണ്ണൻ ചേച്ചി ഇതാ ഇപ്പോഴും ഇടാൻ കഴിയാണ്ട് കുറെ ആളിടുന്ന് കഷ്ടപ്പെടുന്നുണ്ട്. ഇതാ ആയിച്ച് മുക്കുന്നുണ്ട്. തേജ് കൈകൊണ്ട് പിടിച്ചിട്ടിന്, തേജ് ഔട്ട്. തേജ് കൈകൊണ്ട് അത് നമ്മള് കണ്ടിന്. പൊട്ടിക്കല്ല. ഇതാ ചങ്ങായിമാരെ, കണ്ണൻ ഫസ്റ്റ്, അനുദേവ് സെക്കൻഡ്. ചങ്ങായിമാരെ, ഈ കളിയിൽ നമ്മളെ കണ്ണൻ വിജയിച്ചു. ആ തമ്പുരുണ്ട് കേട്ടാ ചങ്ങായിമാരെ. അടുത്ത മത്സരം ഇതാണ് കേട്ടാ. എല്ലാരും റെഡിയായി നിൽക്കുന്നുണ്ട്. നമ്മളെ കുഞ്ഞുമോള് തമ്പുരു റെഡിയാണ്, ആദ്യം റെഡിയാണ്. എല്ലാരും റെഡിയല്ലേ? ഓക്കെ അല്ലേ? റെഡി 1 2 3. ഇതാ ആദി ജയിച്ചു. അമ്മ സെക്കൻഡ്. ഫസ്റ്റ് ആദി. ഇത് എങ്ങനെ കളി? ആദ്യം വിസിലടിക്കുമ്പോ ബോൾ പാസ് ചെയ്യാം. ഓർഡർ തന്നെ വരുവാ. അത് കഴിഞ്ഞിട്ട് അടുത്ത വിസിലടിക്കുമ്പോ ആരെങ്കിലും ബോളിലെ അയാളെ. ഓക്കെ ചാട്ടിയട്ടെ. അറിയില്ല. നിങ്ങൾ പാസ് ചെയ്ത് കൊടുക്കും. പിന്നില്ലേ ഇത് വിസിലടിക്കട്ടെ വെച്ച് ടൈമിംഗ് ആക്കുന്നവർ പുറത്താവേ. അങ്ങനെ ആക്കരുത്. ബേബിയെ കൈമിൽ കിട്ടിയ പടപ്പട പാസ് ചെയ്ത് കൊടുക്കുക. അടുത്ത് കുറച്ച് അടുപ്പിച്ചിട്ട് വിളിക്കല്ലേ
കറക്റ്റ് ആയിട്ട് എറിഞ്ഞു കൊടുത്ത് സ്പീഡാക്കല്ല. പിടിക്കണേ, കൈമേൽ പിടിക്കണേ, പിടിക്കണേ. ബോൾ പിടിക്കണം. ആ വിളിച്ചോ. ആയിഷ വാങ്ങുന്നില്ലേ? കളിയില് വിന്നറായത് അടുത്ത അടിപൊളി കളി കേട്ടോ വരാൻ മനോഹരമായ കളിയാണ്. നല്ല രസമുള്ള കളിയാണ്. അത് കളിക്കാൻ പോയാൽ നമുക്ക് ഞാൻ എങ്ങനെയോ ജയിച്ചതാണ്. ആശേട്ടൻ നിങ്ങൾ ബോൾ എറിയുമ്പോ ഞാൻ ഒറ്റ ഇങ്ങനെ കൈവിട്ടതാണ്. അപ്പോഴത്തേക്കും ഞാൻ ജയിച്ചു. സമ്മാനം നേടിയിരിക്കുന്നത് തമ്പുരു. അടുത്തൊരു വെറൈറ്റി കളിയാട്ടാ ഞാൻ പറഞ്ഞത്. നമ്മള് ഇന്നെന്ന് പറയുമ്പോ ഇതിന്റെ അകത്തേക്ക് ഉള്ളുക, ഔട്ട് എന്ന് പറയുമ്പോ പുറത്തേക്ക്, അതുപോലെ തന്നെ റൈറ്റ് എന്ന് പറയുമ്പോ ഇങ്ങോട്ടേക്ക് ഉള്ളുക, ലെഫ്റ്റ് എന്ന് പറയുമ്പോ ഇങ്ങോട്ടേക്ക്. നല്ല രസമുള്ള കളിയാണ്. നമുക്ക് തുടങ്ങാം. അപ്പൊ തുടങ്ങുന്നുണ്ടേ. തുടങ്ങിക്കോ. ഇന്ന് എല്ലാ തുടങ്ങുന്നുണ്ടേ. ഔട്ട്. ഇന്ന് ഔട്ട്. ഔട്ട്. ഇന്ന് ലെഫ്റ്റ്. ഔട്ട് കംപ്ലീറ്റ്ലി. അത് മാറ്റിട്ട് അത് കുറച്ച് ഇങ്ങോട്ട് അടുപ്പിച്ചാൽ മതി. അത് കുറച്ച് ഇങ്ങോട്ട് പോകാം. അത് ഇങ്ങോട്ടാക്കി നല്ല മാറ്റം. ഇതില് അമ്മ ഔട്ടായിട്ടുണ്ട്. കളി കുറച്ച് അടുപ്പിക്കൽ നടക്കുന്നുണ്ട്. ഔട്ട്. ഇന്ന് റൈറ്റ്. ലെഫ്റ്റ്. ലെഫ്റ്റ്. റൈറ്റ്. മാറേ മാറേ. കേൾക്കുന്നില്ല പറയുന്നത്. ഭയങ്കര ഒച്ചപ്പാട്. ആയിഷ ഔട്ടായി. ഔട്ട്. ഇന്ന് ഔട്ട്. ഔട്ട്. ഇന്ന് ലെഫ്റ്റ്. തമ്പുരു. ഇന്ന് ഔട്ട്. ഇന്ന് ലെഫ്റ്റ്. റൈറ്റ്. ലെഫ്റ്റ്. ഔട്ട്. ഇന്ന് ഔട്ട്. ഇന്ന് റൈറ്റ്. ഇന്ന് ഔട്ട്. ഇന്ന് ലെഫ്റ്റ്. റൈറ്റ്. 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 ലെഫ്റ്റ്. ലെഫ്റ്റ്. റൈറ്റ്. ഔട്ട്. ഇന്ന് ഔട്ട്. ഇന്ന് ലെഫ്റ്റ്. റൈറ്റ്. കേൾക്കുന്നില്ല, ഒച്ചപ്പാടാക്കല്ലേ നിങ്ങൾ. ഇന്ന് ഇന്ന് ഔട്ട്. ഇന്ന് ഔട്ട്. ഇന്ന് ലെഫ്റ്റ്.
പറ. ഇല്ല ഇന്ന പറഞ്ഞേ. ആരാ പറയുന്നത്? ചേച്ചി പറ. എല്ലാം കൂടി തീർന്ന് 3 ആളായി മാറിയിട്ടുണ്ട് കേട്ടാ. ഇനി അടുത്ത മത്സരം തുടങ്ങാം. വാ. തുള്ളി അയലം പോയി. തമ്പുരോ ഇന്നെ ഇനി വരാൻ അടിമല്ല കടിച്ചുള്ളൂ. ലെഫ്റ്റ് റൈറ്റ് എങ്ങനെയാ? ആ ലെഫ്റ്റ് റൈറ്റ് ഇന്ന ഔട്ടാവല്ലോ. ലെഫ്റ്റും റൈറ്റും വേണം. നിന്റെ ആ പൂവിന്റെ അടുത്തുനിന്ന് മാറ്റി അല്ല 3 കളിയുണ്ട്. ഇക്കളിയില് തേജസ്സന്നെ ജയിച്ചിരിക്കുന്നു. ചങ്ങായിമാരെ, ആ മത്സരത്തില് തേജോ ജയിച്ചെന്നെല്ലാം പറയുന്നുണ്ട്. തേജ് ഫുള്ളുടായിപ്പാ. അടുത്ത മത്സരം നമ്മൾ തുടങ്ങാൻ വേണ്ടി പോയത്. അടുത്തത് ഒരു വെറൈറ്റി മത്സരമാണ്. ബലൂണ് കൊണ്ട് കപ്പ് എടുത്തിട്ട് നമ്മളെ ചേദിക്കുന്ന ഈ ഇരിക്കുന്ന പിന്നെ ഇതിന്റെ മേലെ സോഫ മേലെ കൊണ്ടക്കില്ല കേട്ടോ. അതാണ് മത്സരം. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എനിക്കിത് കയ്യെ കൊണ്ട് പിടിക്കണ്ടാവില്ല. കൈ കൊണ്ട് പിടിക്കറ്. അതെന്നാ ഇങ്ങനെ പിടിക്ക. ഓൻ അങ്ങനെ പിടിക്കുന്നുണ്ടല്ലോ. അങ്ങനെ പിടിക്കല. ആദ്യം മുതലേ കണ്ണൻ അതിഗംഭീര മത്സരം കാഴ്ചവെക്കുന്നുണ്ട്. കണ്ണൻ ചോദിച്ചു. മതി ആ തുടങ്ങിക്കോ. അതെ പിള്ളേരോ അയ്യാ എത്തില്ലേ? തേജു
വിന്നർ. തോറ്റു പിളങ്ങി. ചങ്ങായിമാർ ഒരാൾ ഒരു കൂപ്പൺ കുറിക്കാൻ വേണ്ടിട്ട് വാ. പേരെന്നാ? അഞ്ജന എന്നാ പേരല്ലേ? എവിടെയാ പഠിക്കുന്നത്? പെരളശ്ശേരിയാ. എന്നാ ഒരു മത്സരത്തിൽ പങ്കെടുത്താൽ കൂപ്പൺ കുറിക്കാം. 5 ഓണത്തിനിടക്ക് പുട്ട് കച്ചവടം ഒരു കൂപ്പൺ കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് കണ്ണൂർ സൗത്ത് സബ് ജില്ല കേരള സ്കൂൾ കലോത്സവം അല്ലേ? ഒക്ടോബർ 7, 8, 9, 10 തീയതി. വേറെ ഒന്നും ഇട്ട് വന്നാല് ഇന്റെ വക ബിരിയാണിയാ? ബിരിയാണിയാ? അല്ല ഇന്റെ വക എന്നാ ഇട്ടോ? ഒന്നും കിട്ടൂല. അപ്പൊ പോയിട്ട് ബിരിയാണി അല്ല കൊള്ളി മുട്ടായി പോലും കേട്ടാ. എല്ലാം ശരിയാക്കാം. ചങ്ങായിമാരെ ഇതാ മത്സരം 3 മത്സരം മത്സരിച്ചിട്ട് അതിൻ്റെ അകത്തുനിന്ന് ഓരോരാളെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. ആ 3 ആൾ കൂടിയിട്ട് ഫൈനൽ കളിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു ഇവരെല്ലാം. അതിൻ്റെ അടുക്ക് 5 വന്ന് നമുക്ക് കുറച്ച് പണിയാണ്. അപ്പൊ ഇനി ഫൈനൽ കാണാം അല്ലേ നമുക്ക്? കണ്ണൻ അടിച്ചെടുത്തിരിക്കുകയാണ്. ഇതാ ഗൈസ്, നിങ്ങളിത് കാണുക. കണ്ണന്റെ അതിസ്മാരക പ്രകടനമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സുഹൃത്തുക്കളെ. ഇതാ നിങ്ങളിത് കാണുക. കണ്ണനും തേജും. കണ്ണ കണ്ണ നിങ്ങളിത് കാണുക. കണ്ണടിച്ച് അടുത്തത് റസ്ക് ഈറ്റിംഗ് ആണ് കേട്ടോ. പങ്കെടുക്കുന്ന പാർട്ടിസിപ്പൻസ് തമ്പുരു, രജിത, ആയുഷ്, കണ്ണൻ, അനുദേവ്, തേജസ്, ആദി. തുടങ്ങിക്കൂടെ? എല്ലാരും ഓക്കെ അല്ലേ? എല്ലാരും ബേക്ക് കൈകെട്ടി എന്നിട്ട് വേണം തുള്ളി പിടിക്കാൻ. മുന്നിൽ കൈയിട്ടാൽ അയാൾ അപ്പട വിട്ടാന്ന് കേട്ടോ. എല്ലാരും റെഡിയല്ലേ? എല്ലാരും റെഡിയല്ലേ? റെഡി 1, 2, 3. ഇതാ 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 നിങ്ങൾ കാണുകയാണ് കളി. കളി വേക്ക് കൈയ്യട്ട്, വേക്ക് കൈയ്യട്ട്. ഇതാ 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 ഇന്ന് മുതൽ, ഇതാ നാളെ മുതൽ, ഇതാ ഇന്ന് മുതൽ, ഇതാ നാളെ മുതൽ. ഹലോ ചങ്ങായിമാരെ, ഇന്ന് നമ്മളുടെ ഉറിയാടി മത്സരമാണ്. ഇത് ലാസ്റ്റ് മത്സരമാണ്. അപ്പോൾ നമ്മൾ ആവേശത്തിൽ ഉറിയാടി മത്സരം എല്ലാവർക്കും കണ്ടറിയാം. എന്നാൽ നമുക്ക് ഉറിയാടി മത്സരത്തിലേക്ക് കടക്കാം. അടിപൊളി, സൂപ്പർ, അടിപൊളിയായി കേട്ടോ. നമ്പര് പൊളിച്ചിന്. കണ്ണും കുട്ടിയാണ് കേട്ടാ. ചങ്ങായിമാരെ, തമ്പുരു പറഞ്ഞ കേട്ടില്ലേ? ലാസ്റ്റ് അത്യന്തം ആവേശം നിറഞ്ഞ ഉറിയടി മത്സരമാണ് നമ്മളെ ഓണാഘോഷവുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. ഇനി ബാക്കി അത് മാത്രമേ ഓണം കുഞ്ഞി അമ്മേ. ഇതാ ചങ്ങായിമാരെ, ഉറിയടിക്കുന്ന ആളും ഉറി പൊന്തിക്കം താക്കം ചെയ്യാൻ നിൽക്കുന്ന ആളും തയ്യാറായി നിൽക്കുന്നുണ്ട്. നമുക്ക് നിങ്ങളെ പറഞ്ഞു മുഷിപ്പിക്കുന്നില്ല, ഉറിയടി മത്സരത്തിലേക്ക് കടക്കാം. വാ. അടുത്തതായിട്ട് നമ്മൾ മത്സരത്തിലേക്ക് ഇറങ്ങാൻ പോകുന്നത് ആയുഷാണ്.
അണ്ണൻ ചെമ്പരത്തി മന്ത്രല്ലേ ആദ്യം എങ്ങോട്ടാക്കി കുത്തിപ്പോവും. ആയതി കുത്തിപ്പോവും. ഈ തല ആശിന് കാണുന്നുണ്ടോ? തല ഒന്നിച്ചടിക്കയില്ലേ? തല എങ്ങനെ നോക്കറേട്ടാ. അപ്പൊ നമ്മളുടെ ആദിശുപുത്രനാണ്. അങ്ങോട്ടേ അങ്ങോട്ടേക്ക് തമ്പുരു. അല്ല ഈ നോക്കുന്നു മോടെ. മുമ്പിലേക്കല്ല. തേജോ തേജോ ഒന്നും പറയണ ഒന്നും പറയില്ല. ഒന്ന് രണ്ട് രണ്ട് മൂന്ന് നാല് അഞ്ച്. പറഞ്ഞ ഏയ്, അടിച്ചോ അടിച്ചോ. കയറിനടിക്കല കയറ് ബെൽറ്റിലെ കയറിനടിക്കല. ഏയ്. അവിടെ പറഞ്ഞു കൊടുക്കല. ആ. അടി കിട്ടുവാ. ഏതാ സാധനോ മരം കെട്ടിയ മരം അളവ് വെച്ചിട്ട് വരുന്നു. ഭയങ്കര നമ്പർ ഇങ്ങോട്ടാക്കിട്ടടി. അടിക്കലേ അമ്മ അടിക്കുന്നില്ലേ? അടുത്തതായി അടുത്തത് ഉറിയടിയിലേക്ക് ഇറങ്ങാൻ പോകുന്നത് അമ്മയാണ്. ആയുധം കൈമാറുക. ശരി. കാണുന്ന വിധത്തിലാക്കി വെക്കറേ. ഓ അധികം കറക്കണം വരാനും മതി മതി മതി. എത്ര എത്ര തമ്പി ഇങ്ങോട്ടേക്ക് അത് അത് പോകാം. വിട്ടേ വിട്. അവൾ നേരെ പോടി നേരെ പോടി. അടി അടി. തമ്പി ഇങ്ങോട്ടേക്ക്. തേജു ഇങ്ങോട്ടേക്ക്. തേജു ആടേ. ഒന്ന് രണ്ട്. കണ്ണ ഇങ്ങോട്ടേക്ക്. തലയിലടിച്ച് വിളിക്കട്ടെ കണ്ണ. മൂന്ന് അടുക്ക. ഇനി നമ്മളുടെ അനുദേവേട്ടനാണ്. അനുദേവേ അടുത്ത നീ. രണ്ട്. നീയാക്കണ്ട അടിക്കുന്നില്ല. അതൊന്നുമില്ല. എന്തെന്ന് അടിക്കാണ്ടിക്കല്ലേ? മൂക്കിൽ ഏച്ചിറങ്ങിയ മോളാ. മൂക്കിന്റെ ഞാനുണ്ടോ? തമ്പൂരിനെ ജയിപ്പി കാര്യം ചെയ്യിച്ചില്ലെങ്കിൽ എടുത്തിട്ട് കൈ പിടിച്ചടിച്ചു. എല്ലാരും ബേക്കോട്ടുന്നേ. ആയുധം മാറി ആദ്യം മാറി. ഒന്ന് മുമ്പോട്ടോ മുമ്പോട്ട്. രണ്ട് മൂന്ന്. അടിപൊളി. ഉറിയടി മത്സരത്തിൽ വിജയിച്ചിരിക്കുന്നത് അനുദേവ്. അങ്ങനെ പറയാൻ അനുദേവാണ് ഉറിയടി മത്സരത്തിൽ ജയിച്ചേട്ടാ. നമ്മളെ എന്താ കഥ, നമ്മളെയൊന്നും അടിക്കാൻ പറ്റില്ല. ചങ്ങായിമാരെ അങ്ങനെ ഉറിയടി മത്സരം കഴിഞ്ഞു കേട്ടാ.
അതും കഴിഞ്ഞു. അങ്ങനെ ഓണാഘോഷ പരിപാടീൻ്റെ സമാപനമായി. അതിന് അടുത്ത സമ്മാനദാന ചടങ്ങാണ്. അതിന് പഞ്ചായത്ത് പ്രസിഡന്റും മെമ്പറൊന്നും വരാതെ സ്ഥിതിക്ക് നമ്മൾ തന്നെ നിർവഹിക്കുന്നതായിരിക്കും. വിശിഷ്ട അതിഥിയായിട്ട് ആരാ ഉള്ളേ? അമ്മേനെ തന്നെ നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്. അമ്മ എല്ലാവർക്കും സമ്മാനം കൊടുക്കും കേട്ടോ. ചങ്ങായിമാരെ, അങ്ങനെ നമ്മൾ ഓണാഘോഷ പരിപാടിയുടെ സമാപിച്ചു കേട്ടോ. നമ്മൾ വെറുതെ ഒരു ഫണ്ണ് എന്നുള്ള രീതിയിൽ നടത്തിയതാണ്. പിള്ളേരെല്ലാം ഓണത്തിന്, അപ്പോൾ എല്ലാവർക്കും ഒരു സന്തോഷമാവും എന്നുള്ള രീതിയിൽ നടത്തിയ കേട്ടോ. ആ രീതിയിൽ കണ്ടാൽ മതി. പിന്നെ നല്ല അടിപൊളിയായിരുന്നു പരിപാടി ഇന്നത്തെ. എല്ലാവരും നല്ല ഹാപ്പി ആയി അല്ലേ? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലേ? എല്ലാവർക്കും നല്ലോണം ഇഷ്ടപ്പെട്ടിന്. അപ്പോൾ സമ്മാനദാനമൊന്നുമില്ല, ചെറിയൊരു ഇവർക്കൊരു മധുരം കൊടുക്കാനുള്ള രീതിയിൽ ചെറിയൊരു സമ്മാനദാനം നമ്മൾ ആക്കിയിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് കിടക്കാം അല്ലേ? സമ്മാനം കൊടുക്കുന്നത് നമ്മളെ അമ്മയാണ്. പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, ചെയർമാൻ, മാനേജർ എല്ലാമായ രജിത സമ്മാനദാനം നിർവഹിക്കുന്നതായിരിക്കും. ആദ്യം തന്നെ ശ്രീമതി രജിത. സുന്ദരിക്ക് പൊട്ടുതൊടൽ മത്സരത്തിൽ ഒന്നാം സ്ഥാനം നേടി. അല്ല, സുന്ദരിക്ക് ഉമ്മ വെക്കല് പറഞ്ഞ മാറിപ്പോയി. സുന്ദരിക്ക് ഉമ്മ വെക്കൽ മത്സരത്തില് ഒരു 1.5 മാസത്തെ പ്രാക്ടീസ് കൊണ്ട് എല്ലാം ഞാൻ തന്നെ നേടിയെടുക്കുമെന്ന് പറഞ്ഞു. ഒരു മാസം പോലെ ഒരു ദിവസം പറയട്ടെ. അപ്പൊ പറഞ്ഞ പോലെ തന്നെ 1.5 മാസം കഠിന പ്രയത്നം കൊണ്ട് നേടിയെടുത്ത ഫസ്റ്റ് പ്രൈസ് നേടിയിരിക്കുന്നത് തേജസ് രതീഷ്. സമ്മാനം നമ്മളെ പറമ്പത്ത് തന്നെ കൊത്തിയ നേന്ത്രക്കൊല അല്ല മൈസൂർ കൊലേന്റെ ഒരു പഴവും ഒരു മഞ്ജു. അതാണ് 1ാം സമ്മാനം. അടുത്തത് സോഡക്കുപ്പിൽ പെൻസിലിട്ടിട്ട് ഓടി ഇപ്പുറത്തെ ഭാഗത്ത് വന്ന് കുപ്പി അടക്കം കൊണ്ടുവന്ന് ഇടാം. അപ്പോൾ അത് ഫസ്റ്റ് പ്രൈസ് അടിച്ചെടുത്തിരിക്കുന്നത് കണ്ണനാണ്. കണ്ണന്റെ ശരിക്കും വരുന്നതാ ഹാരക. എനക്കെന്നെ പറയാൻ കിട്ടുന്നില്ല കേട്ടോ. അങ്ങനെ പറയാമെന്ന് വിചാരിക്കരുത്. കണ്ണെന്ന് പറഞ്ഞു അല്ലേ കണ്ണ? അപ്പൊ അതിന്റെ ഫസ്റ്റ് പ്രൈസ് കണ്ണനാണ്. എല്ലാരും കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കേ. കണ്ണന് ഒരു പഴവും ഒരു മഞ്ചും ഉണ്ട്. അടുത്ത ബിസ്ക്കറ്റ് തീറ്റ. അതില് ആദ്യം കവിച്ചൊക്കെ ആരും ഉണ്ടാവില്ല. കാരണം ആദ്യന്റെ അച്ഛൻ ഭക്ഷണം ഉണ്ടാക്കൽ വിദഗ്ധനായതുകൊണ്ട് ഭക്ഷണം കഴിക്കലിൽ ആദി എക്സ്പെർട്ടാണ്. അപ്പൊ ആദിക്ക് അത് പുഷ്പം പോലെ അടിച്ചെടുക്കാൻ പറ്റി. അപ്പൊ അതിൽ 1ാം സമ്മാനം നേടിയത് ആദി. ചിക്കൻ വെച്ചിട്ടാണ് ആദ്യം പ്രാക്ടീസ് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കേ. ആദിക്കും ഒരു മൈസൂർ പഴം ഒരു മഞ്ചു. അടുത്തത് ബോൾ പാസിംഗ് മത്സരമാണ്. ബോൾ പാസിംഗ് മത്സരത്തിൽ നമ്മൾ ആരും തന്നെ കരുതാത്ത ഒരാളാണ് വിജയിച്ചിരിക്കുന്നത്. അയാൾ ആരാണെന്ന് നിങ്ങൾ കണ്ടു കാണും. എന്നാലും ഞാൻ പറയാം, തമ്പുരു രതീഷ്. എല്ലാരും വെരി ഗുഡ്, വെരി ഗുഡ്. അടുത്തത് ഇന്നൗട്ട് ചാലഞ്ചാണ്. ഇന്നൗട്ട് ചാലഞ്ചിൽ നമ്മളെ ഇവിടുത്തെ ഒരാള് അദ്ദേഹം അറിയില്ല കാലുവേനെന്നെല്ലാം പറഞ്ഞിട്ട് വെറും കള്ളക്കളിയും കളിച്ചിട്ട് എങ്ങനെയല്ലോ ജയിച്ചിട്ടുണ്ട്. അയാളെ പേരാണ് തേജസ് രതീഷ്. അടുത്തത് ബലൂൺ ചാലഞ്ചാണ്. ബലൂൺ ചാലഞ്ചിൽ ജയിച്ചിരിക്കുന്നത് ബലൂണില് കപ്പ് ഇറക്കി പിടിച്ചിട്ട് കാറ്റ് നിറച്ച് കപ്പ് ഇറക്കി പിടിച്ച് ഇപ്പുറത്തെ ഭാഗത്ത് കൊണ്ടുവെക്കലായിരുന്നു ആ മത്സരം. അതിലും ജയിച്ചിരിക്കുന്നത് കണ്ണനാണ്. കണ്ണൻ ഒരു സകലകല വല്ലവനാണെന്ന് ഒന്നും ഇവിടെ തെളിയിച്ചിരിക്കുകയാണ്. ആരും കൈമുട്ടി പ്രോത്സാഹിപ്പിക്കുന്നില്ല കേട്ടോ. അടുത്തത് റസ്കീറ്റിംഗ് ആണ് കേട്ടോ. റസ്കീറ്റിംഗ് നടത്തി അതിലും അതിസ്മാരകമായ തീറ്റ കാഴ്ചവെച്ചിരിക്കുന്നത് തേജസ് സതീഷാണ്. തേജസ് സതീഷ് ഏകദേശം ജനുവരി മുതലേ ഇതിനുള്ള പ്രാക്ടീസ് തുടങ്ങിയതാണ് അറിയാൻ കഴിഞ്ഞത്. ഓണത്തിന്റെ പിറ്റേന്നാണ്. അപ്പോ തേജസ് സതീഷ് 1ാം സമ്മാനം കൈമാറുന്നു. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് അത്യന്തം ആവേശം നിറഞ്ഞ ഉറിയടി മത്സരം.
അതില് നമ്മൾ അനുദേവ് കൊണ്ടുപോയി. അനുദേവ് കൊണ്ടുപോകുന്ന ആരും വിചാരിച്ചില്ല. ഫസ്റ്റ് പ്രൈസ് അനുദേവ് കേട്ടോ. കൈമുട്ട്. അടുത്തത് നമ്മളെ പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടിട്ട് വന്ന നമ്മളെ സ്വന്തം ആയുഷിന് നമ്മൾ പ്രോത്സാഹന സമ്മാനം കൊടുക്കുന്നുണ്ട്. ആയുഷിന് ഒരു മൈസൂർ പഴം ഒരു മഞ്ചും. ആയുഷ് ഇവിടെ നടന്ന എല്ലാ മത്സരത്തിലും സമ്മാനം കിട്ടി. കിട്ടാത്ത 2 ആൾക്കാരാന്നുള്ളത് അമ്മമ്മയും മാമനും. അവർക്ക് നിങ്ങളെല്ലാരും കൂടെ ഒരു പ്രോത്സാഹന സമ്മാനം കൊടുക്കുന്നതായി നമ്മളെ നിങ്ങൾ 2 ആളെയും ക്ഷണിക്കുന്നു. ആ 2 പേർക്കുമായിട്ട് അരപ്പഴം ആരാ മഞ്ചും കേട്ടോ. ഒന്നിലും വിജയിക്കാതെ എല്ലാത്തിലും പങ്കെടുത്തതിനുള്ള സമ്മാനം നിങ്ങൾക്ക്. കുളിച്ച് കഴിഞ്ഞാൽ നമുക്ക് കലാപങ്ങൾ. താങ്ക് യു. അപ്പൊ എല്ലാരും ചങ്ങായിമാരെ, നമ്മളെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യണം. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, കമന്റ്, ബെൽബട്ടൺ തമ്പൂര് അന്നേ അടിച്ചു പൊട്ടിക്കാൻ പറഞ്ഞുകൊണ്ട് എല്ലാവരും നിങ്ങൾ അടിച്ചു പൊട്ടിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. വീണ്ടും അടുത്തൊരു ചെറിയ വീഡിയോ ആയിട്ട് വരാൻ എല്ലാവർക്കും നിങ്ങളുടെ സ്വന്തം പിള്ളേരും.